പ്രേംകുമാർ സർ, തരിശു കിടന്ന ഏതാണ്ട് 2 ഏക്കറോളം സ്ഥലത്ത് പൂക്കോട്ടുകാവ് താനിക്കുന്നിലെ 4 ചെറുപ്പക്കാർ ജോൺസും സുനിലും മിഥുൻ രാജും അഭിജിത്തും ഈ റംസാൻ നോമ്പ് ആരംഭിക്കുന്ന ദിവസം തണ്ണിമത്തൻ കൃഷി ചെയ്ത് അതിൻ്റെ വിളവെടുപ്പ് നടത്തുന്ന ഉത്സവം സംഘടിപ്പിക്കുകയുണ്ടായി. ജനപ്രതിനിധികളും നാട്ടുകാരും എല്ലാം ചേർന്ന് മറ്റു ജോലിയിൽ ഏർപ്പെട്ട ആ ചെറുപ്പക്കാരുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള ഈ പുതിയ പഴത്തിൻ്റെ തണ്ണിമത്തൻ്റെ വിളവെടുപ്പ് ഉത്സവമായിട്ടാണ് സംഘടിപ്പിച്ചത്. പക്ഷേ അവരെല്ലാം അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം അവർക്ക് ജൈവവളം ലഭ്യമാക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടിയുമായി ബന്ധപ്പെട്ടാണ്. തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി കൂടി സഹകരിച്ച് കുടുംബശ്രീയെയും ഹരിതകർമ്മസേനയെയും ഒക്കെ ഉപയോഗപ്പെടുത്തി നമുക്ക് ജൈവവളം ആ നിലയിൽ പ്രാദേശികമായി തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ അടിസ്ഥാനത്തിൽ സംഭരിക്കാനും ഉണ്ടാക്കുന്നതിനും ആവശ്യമായിട്ടുള്ള നടപടിക്ക് അങ്ങ് നേതൃത്വം നൽകുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ബഹുമാനായ MLA പറഞ്ഞ ആ 4 ചെറുപ്പക്കാരെയും ഞാനും ഹൃദയം നിറഞ്ഞ് അഭിവാദ്യം ചെയ്യുന്നു. നല്ല അഭിനന്ദനാർഹമായ കാര്യം തന്നെയാണ്. നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഈ പഴവർഗ്ഗങ്ങളുടെ കൃഷിയിൽ നമുക്കൊരു നല്ല മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഈ സീസണിൽ ഉണ്ടാകുന്ന ഈ തണ്ണിമത്തൻ്റെ കൃഷിയാണ്. കേരളത്തിൽ ഇത് ശരിയാക്കാൻ പറ്റുമോ, ചെയ്യാൻ പറ്റുമോ എന്നുള്ള സംശയം പലർക്കും ഉണ്ടായിരുന്നു. കേരളത്തിന് പുറത്തുള്ള ഇടങ്ങളിലാണ് ഇതെല്ലാം ഉണ്ടാവുന്നത്. നമ്മുടെ മണ്ണ്, നമ്മുടെ കാലാവസ്ഥ അനുയോജ്യമാണോ എന്ന സംശയം, ആ സംശയം ഇന്ന് മാറിയിട്ടുണ്ട്. എൻ്റെ നാട്ടിലടക്കം 100 കണക്കിന് ആൾക്കാരാണ് ഇപ്പോൾ തണ്ണിമത്തൻ്റെ കൃഷിയിലേക്ക് ഏർപ്പെടുന്നത്. നമ്മുടെ നാട്ടിലുണ്ടാകുന്ന തണ്ണിമത്തന് മറ്റിടങ്ങളിലുള്ളതിനേക്കാൾ ഗുണമേന്മ കൂടുതലുണ്ട്. വിവിധങ്ങളായ വെറൈറ്റികൾ നമ്മൾ കൃഷി ചെയ്യുന്നുണ്ട്. നമ്മൾ തന്നെ ചില വിത്തുകൾ പ്രത്യേകമായി ഉൽപ്പാദിപ്പിച്ചത് ഹൈബ്രിഡ് വിത്തിനങ്ങൾ ലഭ്യമാക്കുന്ന തരത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ഇതിനാവശ്യമായ വളങ്ങളുടെ ഒരു പ്രശ്നമുണ്ട്. ഈ പറഞ്ഞ കാര്യം കേരളത്തിൽ കൃഷിവകുപ്പ് നടപ്പിലാക്കി തുടങ്ങി. നമ്മുടെ കുടുംബശ്രീകൾ, മറ്റു സംവിധാനങ്ങൾ എന്നിവയെല്ലാം ചേർത്തുകൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കൂടി പങ്കാളിത്തത്തോടുകൂടി പ്രാദേശികമായി ഈ ജൈവവളങ്ങളെല്ലാം ഉൽപ്പാദിപ്പിച്ച് കർഷകരിലേക്ക് എത്തിക്കുന്ന നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്, തുടങ്ങിയിട്ടുണ്ട്. സാധ്യമാവുന്ന എല്ലായിടങ്ങളിലും ചെയ്യാനാണ്. അതിനാണ് കൃഷിക്കൂട്ടങ്ങൾ ഉൾപ്പെടെ സജ്ജമാക്കിയിരിക്കുന്നത്. സാധ്യമാവുന്ന എല്ലായിടങ്ങളിലും എവിടെയാണോ അതിൻ്റെ കുറവുള്ളത് ചൂണ്ടിക്കാണിച്ചാൽ അവിടങ്ങളിൽ നമുക്ക് വീണ്ടും ഇടപെടാം. കേരളത്തിലെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായും ബന്ധപ്പെട്ട് ഇത്തരം സംവിധാനം ഒരുക്കുന്നതിനുള്ള നടപടികളിലേക്ക് നീങ്ങിയിട്ടുണ്ട്. ഘട്ടം ഘട്ടമായി അത് പൂർത്തിയാക്കുന്നതിനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്.